പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഒരു ഗ്രിഡ് എലിവേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഗ്രിഡ് എലിവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സർഫസ് വേണം. നമ്മളിപ്പോൾ ഇവിടെ ഈ സർഫസോ പോയിന്റ്സോ ഒന്നും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഡ്രോയിങ്ങിൽ നിന്ന് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പോളിലൈൻ എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ 4 കോർണേഴ്സിലും ഓരോ പോയിന്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ മാനുവലായിട്ട് പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പോയിന്റ്സിലേക്ക് വരിക. ഇവിടെ ക്രിയേറ്റ് പോയിന്റ്സ് മിസ്സലേനിയസ് എന്നുള്ളതിൽ മാനുവൽ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു പോയിന്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ പോയിന്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 1 എന്ന് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ആ പോയിന്റിലേക്കുള്ള എലിവേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 100 എന്ന് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു, സെയിം ആ ഡിസ്ക്രിപ്ഷൻ 1 എന്ന് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം എലിവേഷൻ 101 എന്ന് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. അടുത്ത കോർണർ ഡിസ്ക്രിപ്ഷൻ സെയിം തന്നെയാണ്, എൻ്റർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ 102 എന്ന് കൊടുക്കുന്നു, എലിവേഷൻ, എൻ്റർ കൊടുക്കുന്നു. വീണ്ടും ഈ കോർണറിലേക്ക് ഡിസ്ക്രിപ്ഷൻ സെയിം തന്നെ, ഇവിടെ 103 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ 4 പോയിന്റ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം നമ്മുടെ പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അതേപോലെയുള്ള പോയിന്റ്സ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൂൾ സ്പേസിൽ ഈ പോയിന്റ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഓൾ പോയിന്റ്സ് എന്നുള്ളത് നോക്കിയാൽ മതി. ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ ആ ഒരു പോയിന്റ്സ് കണ്ടില്ല. നമ്മൾ കൊടുത്ത ആ എലിവേഷനും പോയിന്റ് നമ്പർ എക്സ് വൈ ഈസ് നോർത്തിങ് പോയിന്റ് എലിവേഷനൊക്കെ ഇവിടെ ആ 4 പോയിന്റിൻ്റെയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യാം. സർഫസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് സർഫസ് കൊടുത്തു. ഇവിടെ സർഫസിന് പേര് സർഫസ് 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ സർഫസിലേക്ക് നമുക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാം. ഡെഫിനിഷനിലേക്ക് വന്നു, ഇവിടെ പോയിന്റ് ഗ്രൂപ്പിൽ ആഡ് കൊടുത്തു. ആൾ പോയിന്റ്സ് എന്നുള്ള ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സർഫസ് ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, നമുക്കിത് ഈ സർഫസ് ഈ ബോർഡർ ഒന്നും ആവശ്യമില്ല, ഇത് ഡിസേബിൾ ചെയ്യാം. ബോർഡർ മേജർ കോണ്ടൂർ എല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്തു. നമ്മൾ കൊടുത്ത പോളിലൈൻ ബൗണ്ടറി മാത്രമായിട്ടുണ്ട്. ഇനി വീണ്ടും അനോട്ടേറ്റിലേക്ക് വരിക. അനോട്ടേറ്റിൽ ആഡ് ലേബൽസിൽ സർഫസ് സ്പോട്ട് എലിവേഷൻസ് ഓൺ ഗ്രിഡ്, അപ്പോൾ ഇത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സ്പേസ്, അതിനുശേഷം ഇവിടെ സ്പെസിഫൈ എ ഗ്രിഡ് പോയിന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രിഡ് റൊട്ടേഷൻ ചോദിക്കുന്ന നമ്മുടെ ഗ്രിഡിൽ ഏത് രീതി ഇപ്പോൾ ഏത് ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നാണ്. നമുക്ക് ഇപ്പോൾ 0 ആംഗിളിൽ മതി. അപ്പോൾ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. വീണ്ടും നമ്മുടെ എക്സ് സ്പേസിങ്, അതായത് എക്സ് എന്ന് പറയുന്ന ആക്സിസിലേക്കുള്ള നമ്മുടെ ഗ്രിഡിൻ്റെ സ്പേസിങ് എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് 10 മീറ്റർ കൊടുക്കാം, എൻ്റർ കൊടുത്തു. ഇനി വൈ ആക്സിസിലേക്ക് എത്രയാണെന്ന് ചോദിക്കുന്നു, 10 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത ഈ ഒരു കോർണറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതായത് സ്പെസിഫൈ ദ അപ്പർ റൈറ്റ് ലൊക്കേഷൻ ഫോർ ദ ഗ്രിഡ്. ഇതാണ് അപ്പർ റൈറ്റ് ലൊക്കേഷൻ. നമുക്ക് ഇതിന് ഈ ഒരു ബൗണ്ടറിക്ക് പുറത്തായിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ചേഞ്ച് ദ സൈസ് ഓർ റൊട്ടേഷൻ ഓഫ് ദ ഗ്രിഡ് ഓർ ഗ്രിഡ് സ്ക്വയർസ് എന്ന് ചോദിക്കുന്നത്. നമുക്കത് നോ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് നോ ആണ്, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ലേബൽസ് ഒക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ അത് കൂടിയ കുറേ ചെയ്യാം. ഇപ്പോൾ ആ ഗ്രിഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, നമുക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് സിമിലർ കൊടുക്കുക. അതിന് ശേഷം ഈ
ടൂൾ സ്പേസിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിൽ ഇവിടെ മാർക്കർ സ്റ്റൈൽ എന്നുള്ളത് നമുക്ക് ഇവിടെ ബേസിക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ആ മാർക്കർ അവിടെ ക്രിയേറ്റ് ആയി. കാരണം നമുക്ക് ഇത് ഏത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മാർക്കർ കൊടുത്തത്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ സ്കെയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഒരു സ്കെയിലിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉപയോഗം വരുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് നമുക്ക് ചിലപ്പോൾ ചില ഷേപ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എലിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ അടുത്തായിട്ടുള്ള ആ ഒരു എലിവേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടെ അടുത്തായിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മീറ്ററിലോ സ്പേസിങ് 2 മീറ്ററിലോ 1 മീറ്ററിലോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ അനോട്ടേറ്റിലേക്ക് വരിക. ഇവിടെ ആഡ് ലേബൽസിൽ സർഫസിൽ സ്പോട്ട് എലിവേഷൻ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗത്തെ എലിവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇവിടെ ഒരു 4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റും.